പഴമയുടെ ഓണത്തെ തലമുറകളിലൂടെ നിലനിർത്തി വരുന്ന ഒരു തറവാടുണ്ടിവിടെ. അമ്മന്നൂർ പുന്നശ്ശേരിയില്ലം. ഓണമാകുമ്പോൾ കുടുംബങ്ങൾ ഒരുമിച്ച് ഇല്ലത്തിൽ ഒത്തുകൂടി ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു. കാലങ്ങളായി തുടർന്നു വരുന്ന ആചാരങ്ങൾ പുതുതലമുറയ്ക്ക് ഊർജം പകരുന്നു. ചെന്നൈയിൽ നിന്നും അമ്മ അമ്മിണിക്കുട്ടി മനയമ്മയോടൊപ്പം ഓണം കൂടാനെത്തിയ മണിയും ഭാര്യ ഗീതാമണിയും വീട്ടിലുള്ള ജ്യേഷ്ഠൻ സുരേഷ് കുമാറും അവരുടെ ഭാര്യ ബിന്ദുവും പിന്നെ കുട്ടികളുമെല്ലാം ചേർന്നപ്പോൾ വീടിന് അകവും പുറവുമെല്ലാം ഓണാരവമായി. ഇത് കാർഷിക തനിമയുടെ ഒരു നൂറ്റാണ്ടിനപ്പുറം തലമുറകളായി പിന്തുടർന്നു വരുന്ന തിരുവോണത്തിന്റെ പൊൻതിളക്കമാണ്. ഇത്തരത്തിൽ ആഘോഷങ്ങളെ പഴമയോടെ നിലനിർത്തിപ്പോരുന്ന വേറെയും കുടുംബങ്ങളുണ്ടാകാം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മലയാളികൾ മറന്നുപോകുന്ന പഴമയുടെ വീണ്ടെടുപ്പ് കൂടിയാണ് ആഘോഷങ്ങൾ. എല്ലാവർക്കും തുഴയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ ഓണപ്പൂക്കള ഒരുക്കി മാവേലി മനനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കത്തിൽ ഉത്രാട ദിവസം രാവിലെ വരെ പൂക്കള ഒരുക്കും. ഉത്രാട ദിവസം വൈകുന്നേരം തൃക്കാക്കരപ്പന്, അതായത് വാമനമൂർത്തിയെ സങ്കല്പിച്ചാണ് നമ്മൾ ഈ രൂപങ്ങൾ ചെയ്യുന്നത്. അതിന് മുമ്പ് പൂവട എന്ന് പറയും, ആ ഇലയട ഉണ്ടാക്കി നേദ്യം ചെയ്യുന്നതാണ് തിരുവോണ ദിവസം രാവിലെ ചെയ്യുന്നത്. അത് വാമനമൂർത്തിയാണ് പൂക്കളത്തിന് മുമ്പിലുള്ള സങ്കല്പ രൂപങ്ങൾ. കാലാകാലങ്ങളായിട്ട് തലമുറകളായിട്ട് ചെയ്തു വരുന്ന ഉത്രാടത്തിൽ നിന്ന് രാവിലെ വരെ പൂക്കളം, ഉത്രാടത്തിൽ നിന്ന് വൈകുന്നേരം തൃക്കാക്കരപ്പനെ എല്ലാം ഒരുക്കി വെച്ച്, അതായത് വാമനമൂർത്തി. തിരുവോണം നാളിൽ രാവിലെ ഇലയട നേദിച്ച്, ഇലയട നേന്ത്രപ്പഴം ഒക്കെ നേദിച്ചാണ് വാമനമൂർത്തിക്ക് നമ്മൾ ഓണം ഒരുക്കുന്നത്. ഇക്കാലത്ത് നമ്മളെല്ലാം തലപ്പന്ത് കളിയും അതും എല്ലാം അന്നൊക്കെ ഈ പഴമോ അങ്ങനെയുള്ള നേന്ത്രപ്പഴമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ഓണത്തിൻ്റെ ആ സമയത്തല്ലേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ആഘോഷം നമ്മളുടെ ഒരു കർഷക കുടുംബമായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് കൃഷിയിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു പ്രത്യേകിച്ച് ആ സമയത്തൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ഉത്സവമാണല്ലോ, നമ്മളെ വിളവെടുപ്പിൻ്റെയും അതിൻ്റെ ഒരു ഉത്സവമായിട്ടാണല്ലോ ശരിക്കും ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതിലും പഴയ കാലത്തെ എല്ലാ ഇതോടുകൂടി ചെയ്യും. പ്രത്യേകിച്ച് 4-5 ദിവസം അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി തിരുവോണം കഴിഞ്ഞ ആ വിട്ടത്തിൻ്റെ അന്ന് നമ്മൾ വീട്ടിലെ ജോലിക്ക് വരുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചേർന്ന് കളിയും തലപ്പന്ത് കളി അതൊക്കെയാണ് അന്നത്തെ കാലത്ത്. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് കൂടുതൽ. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വന്നു. നമുക്ക് എല്ലാവരും തിരക്കുള്ള ആൾക്കാരായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കുറച്ചേ ഉള്ളൂ, 1 ദിവസം 2 ദിവസമായിട്ടുള്ള ഒരു ആഘോഷമായിട്ട് ചുരുങ്ങിയെന്ന് മാത്രമേ. എന്നാലും മാക്സിമം എല്ലാവരും ഇവിടെ ഒത്തുകൂടും. ഞങ്ങൾ ശരിക്കും പുറത്താണ്, കേരളത്തിന് പുറത്താണ്. പക്ഷേ ഞങ്ങൾ സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തും. എല്ലാവരും ചേർന്ന് കുടുംബമായിട്ട് ചേർന്ന് ആഘോഷിക്കുക.